ഹേ ഗായ്സ്, എന്തുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എൻ്റെ സ്വന്തം അമ്മച്ചിയുടെ സ്പെഷ്യൽ കറിയാണ് മീൻ കറി വെറുതെ വെച്ചതല്ല ഗായ്സ്, നല്ല പച്ച മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച അങ്കമാലി മീൻ കറി. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ പോകാം. പാ സോ ഗായ്സ്, ആദ്യം തന്നെ ഞാൻ ചോപ്പിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 3 പച്ചമാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം അത് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ 2 സവോള. മാങ്ങ അങ്ങനെയാണ് ട്ടോ അരിയേണ്ടത്. അപ്പം സവോള അരിയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള കാര്യമാണ്. എന്താണെന്നല്ലേ, സവോള അരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കടകടകടകടാ സ്പീഡിൽ അരിയാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പം വേസ്റ്റൊക്കെ വരുന്നത് പെട്ടെന്ന് ഞാൻ ഡിസ്പോസ് ചെയ്യുന്ന ആളാണ്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് സവോള ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഒരു മൺചട്ടി, കുക്ക് ചെയ്യാൻ പോണ മൺചട്ടിയില്ലേ, അതിലോട്ട് ഇടണം. പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതൊക്കെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് അതും മറ്റേ ആ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇത് ഒരുമിച്ചാണ് ഞാൻ കഴുകാറ് കേട്ടോ. പെട്ടെന്ന് ഈസി സിമ്പിൾ സ്റ്റെപ്സാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് നോക്കിക്കോ ഗൈസ്, എൻ്റെ സ്കില്ല് നോക്കിക്കോ. എനിക്ക് സവാള എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. അതിങ്ങനെ കടകടകടകടാന്നിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ അരിയണതിനൊരു ചെറിയൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. ടിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് തന്നെ അങ്കിൾമാർ പറഞ്ഞതാണ്. അതിൻ്റെ നടുക്കത്തെ വൈറ്റുള്ളൊരു സാധനമില്ലേ, അതിങ്ങനെ ചെത്തിക്കളയണം, എന്നാലത് വിട്ട് പോരത്തുള്ളൂ. അപ്പോൾ അത് പച്ചമുളക് ഞാൻ നീളത്തിലാണ് അരിയണത്. ഇഞ്ചി ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചതച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം പെട്ടെന്ന് ഇറങ്ങും. എനിക്ക് അരിഞ്ഞ് കണ്ടം കറിയിലിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എപ്പോഴും ചതച്ചാണ് എടുക്കുന്നത്. പിന്നെ ചതച്ചെടുക്കണതിന് വേറൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ മൺചട്ടി എടുത്തിട്ടുണ്ട്. അത് ഈ സാധനങ്ങളൊക്കെ കഴിവെടുത്ത ചട്ടിയില്ലേ, അത് തന്നെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ സവാള 2 എണ്ണം, ഒരെണ്ണം വലുത് ഒരെണ്ണം കുഞ്ഞിതുമാണ് എടുത്തേക്കണത്. പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചിയും ഈ സംഭവങ്ങളൊക്കെ ഈ ചട്ടിയിലോട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മച്ചിയുടെ മീൻ കറി എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് അമ്മ മറക്കാൻ പറ്റാത്തൊരു കറിയാണത്. അങ്കമാലി സ്റ്റൈലിലുള്ള കറിയാണ് കേട്ടോ. അപ്പം ഇതിൽ അങ്കമാലിക്കാർ മാങ്ങാക്കറി എന്ന് പറയും. ഇതിൽ ഇടുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാലാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഖത്തറിൽ ബ്രാലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സീബ്രീം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണത്. അമ്മച്ചിയുടെ അത്രയൊന്നും എത്തിയില്ലെങ്കിൽ കൂടിയും പക്ഷെ അമ്മച്ചിയുടെ ഒരു ഓർമ്മയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വേപ്പില ഇടുന്നുണ്ട്, ഉപ്പ് ഇടുന്നുണ്ട്, മല്ലിപ്പൊടിയാണ് കേട്ടോ കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. മല്ലിപ്പൊടി 3 സ്പൂണും മുളക് പൊടി 2 സ്പൂണും പിന്നെ നമ്മുടെ ടെർമറിക്ക് അതൊരു അര ടേബിൾ സ്പൂണും ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമണം. ഈ അങ്കമാലി മീൻകറി ആയാലും മാങ്ങാക്കറി ആയാലും പച്ചമാങ്ങ ഇട്ട് വെക്കണ മാങ്ങാക്കറി ആയാലും നല്ല രീതിയിൽ നമ്മൾ തിരുമലയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ നമ്മൾ നല്ല രീതിക്ക് ഉടച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വീണ്ടും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, വിനാഗിരി. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മീൻകറിയിലെങ്ങനെ വിനാഗിരി, അതും പച്ചമാങ്ങയും തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെക്കണേൽ? യെസ്, അതാണ് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു ഓതൻറ്റിക് സംഭവമാണ്. അപ്പോൾ ഈ വിനാഗിരിയിൽ നമ്മൾ ഇതിട്ട് ഞെരടിയതിന് ശേഷം പച്ച മാങ്ങിയിട്ട് നമ്മൾ ഇത് ഈ അരപ്പും കാര്യങ്ങളൊക്കെ ഞെരണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കുഴയ്ക്കുമ്പം ഒരു അറപ്പ് തോന്നുന്ന ചില ആൾക്കാരുണ്ടാവും. ഗ്ലൗസ് ഇട്ട് ചെയ്യണം, ഇപ്പോഴത്തെ കുക്കിംഗ് സ്റ്റൈലാണല്ലോ. അപ്പം എക്സ്ക്യൂസ് മീ, അവരോടൊക്കെ ഞാനൊരു എക്സ്ക്യൂസ് പറയണതാണ്. എനിക്ക് ഇതാണ് താല്പര്യം. ഓതൻറ്റിക് വേയിൽ, നല്ല ട്രഡീഷണൽ വേയിൽ കുക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2-ാം പാലാണ്. 2-ാം പാലിട്ടാണ് നമ്മളിത് തിളപ്പിക്കാൻ അടുപ്പത്ത് വെക്കേണ്ടത്. സാധാരണ അടുപ്പത്താണ് വെക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻഡക്ഷൻ കുക്കറിൽ മൺചട്ടി വർക്കാവുമോ? ഉറപ്പായിട്ടും ഇവിടുത്തെ ഇൻഡക്ഷൻ കുക്കറിൽ എന്ത് സാധനം വെച്ചാലും വർക്കാവും. അത് ഞാൻ തന്നെ ഞെട്ടിപ്പോയ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീനിടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മീനൊക്കെ യു നോ ദാറ്റ്
ഉടഞ്ഞു പോകും. അതൊരു പ്രത്യേക സയൻറ്റിഫിക് ടൈമിംഗ് ആണ് മീനുണ്ട. അപ്പം മീനൊക്കെ ഞാൻ ഇതിലിട്ടതിന് ശേഷം അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് മീൻ കറി വെക്കുമ്പം കയ്യിലിട്ട് ഇളക്കരുത്. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ ഫസ്റ്റ് ഇത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇളക്കുകയാണ് ചെയ്യണം. പക്ഷേ എൻ്റെ ചട്ടി കുഞ്ഞിതായതുകൊണ്ട് ഞാൻ കയ്യിൽ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊന്ന് അലോക്കേറ്റ് ചെയ്ത് വെക്കാൻ, ആ മീൻ പൊന്തി കിടക്കണതെല്ലാം താത്തി വെക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കയ്യിലിട്ട് ഇളക്കാറില്ല, ചുറ്റിച്ചെടുക്കാറുള്ളൂ. അത് അല്ലെങ്കിൽ ആ മീനിൻ്റെ ഇത് ഉടഞ്ഞു പോവും. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ആ സംഭവം ഇങ്ങനെയാണെന്ന്. അപ്പം ലാസ്റ്റ് എല്ലാം വെന്തതിന് ശേഷം, മീൻകറി വെന്തതിന് ശേഷം 1-ാം പാല് നമ്മൾ ഒഴിച്ചിട്ട് അപ്പം തന്നെ അപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്, തിളയ്ക്കാൻ പാടില്ല. അപ്പം അമ്മച്ചിയുടെ ഏകദേശം മീൻകറി ആയിട്ടുണ്ട്. അമ്മച്ചിയുടെ അത്ര ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് ആയിട്ടില്ല. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയുള്ളിയാണ് ഇവിടെ എടുക്കുന്നത്, നീളത്തിലാണ് അരിയുന്നത്. ഇത് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ചെറുള്ളി ഒരു 5-8 ചെറുള്ളി എടുത്ത് നീളത്തിലരിഞ്ഞ്, അതുപോലെ തന്നെ വേപ്പില നമ്മൾ എടുക്കുന്നുണ്ട്, കടുക് എടുക്കുന്നുണ്ട്, ഞാനിവിടെ ഉലുവ എടുക്കുന്നുണ്ട്, വറ്റൽമുളകും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പച്ച വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റും അതിനുണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയും, അങ്കമാലി മീൻകറി. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ സംഭവം തന്നെയാണ്. ഇപ്പോഴത്തെ കടയിലൊക്കെ നമ്മൾ മാംഗോ കറി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സംഭവമൊക്കെ അത് ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു വേറെ തന്നെ ടേസ്റ്റുള്ളൊരു സംഭവം. എങ്ങനെയാണ് അവർ ഉണ്ടാക്കണേന്നാവും. പക്ഷേ നമ്മുടെ ഈ ടേസ്റ്റൊന്നും വരത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റൊന്നും കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ അവരുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മച്ചിനെ നന്നായിട്ട് മിസ് ചെയ്യുന്ന ടൈമാണ്. പുള്ളിക്കാരത്തി ഞങ്ങളെ വിട്ട് പോയിട്ട് 6 മാസം കൂടി ആയിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഓർമ്മയിൽ പുള്ളിക്കാരുണ്ടാക്കുന്ന ഓരോ കറികളും ഇങ്ങനെ ഓർത്ത് ഉണ്ടാക്കി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പം യുനോ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറയാറില്ലേ, അത് തന്നെയാണ് അവസ്ഥ. അപ്പം അതിൻ്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മസ്റ്റ് ട്രൈ സംഭവമാണ്. ഇതുപോലെ തന്നെയാണ് മാങ്ങാക്കറി ഉണ്ടാക്കണം. ഫിഷ് ഇടാണ്ട് മാങ്ങാക്കറി ഉണ്ടാക്കും. ഇപ്പം ഞാൻ മീനിടാണ്ട് തന്നെ മാങ്ങാക്കറി ഉണ്ടാക്കും. അതും നല്ല ബീഫ് ഫ്രൈയും കൂട്ടി ചോറ് നാട്ടില്ലേ മക്കളെ, യജാതി ടേസ്റ്റാണെന്നറിയൂ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ താളിക്കണേൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണേണ്. താളിക്കണേന് പ്രത്യേകിച്ചൊന്നും ഇലാബറേറ്റ് ചെയ്തും വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ താളിക്കണ എങ്ങനെയാണ്. അപ്പോൾ അറിയാൻ പാടില്ലാത്ത പിള്ളേരോട് ചേച്ചി പറഞ്ഞേന്, താളിക്കുമ്പോൾ നന്നായിട്ട് മുരിയണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതങ്ങനെ മുരിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് പൊട്ടി വരത്തുള്ളൂ, ആ കറിയിലോട്ട് അത് ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. ലാസ്റ്റ് മുരിഞ്ഞതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ താളിച്ച് അതങ്ങോട്ട് കറിയിലോട്ട് വയ്ക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ